ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു ലളിതാസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. ഈ പൊള്ളുന്ന ചൂടിൽ നമ്മുടെ വിശപ്പും ദാഹവും ക്ഷീണവും അകറ്റാൻ പറ്റിയ 2 ട്രിങ്കുകളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. പണ്ട് കാലങ്ങളിൽ പുറത്തു പോയിട്ട് വീട്ടിൽ തിരിച്ചു വരുന്നവർ ദാഹവും ക്ഷീണവും അകറ്റാൻ സംഭാരം കുടിക്കുമായിരുന്നു. വിരുന്നുകാരെയും വീട്ടുകാരെയും ഒരുപോലെ ഞെട്ടിപ്പിക്കാൻ പറ്റുന്ന സംഭാരത്തിൻ്റെ ഒരു പുതിയ വേർഷൻ, ഒരു സ്റ്റൈലിഷ് വേർഷനാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഡയബറ്റീസ് ഉള്ളവർ വീട്ടിൽ വരുമ്പോൾ അവർക്ക് കൊടുക്കുവാനും അവർക്ക് മടി കൂടാതെ കുടിക്കുവാനും പറ്റുന്ന 2 തരം ഡ്രിങ്കുകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ചേർത്താണ് നമ്മൾ ഈ സംഭാരം രണ്ടും ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചെറുനാരകത്തിൻ്റെ 1-2 ഇല, പിന്നെ 2 തണ്ട് കറിവേപ്പില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 ചെറിയ ചുമന്നുള്ളി, അത് ചെറിയ ഉള്ളി, പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള കാന്താരിയോ പച്ചമുളകോ, 1/4 ടീസ്പൂൺ ജീരകം. ഇത്രയും സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത്. ജീരകം ഇഷ്ടമുള്ളവർ മാത്രം ചേർക്കുക. ഇനി എല്ലാം കൂടെ നമുക്ക് മിക്സിയിലിട്ട് കുറച്ച് മോരൊഴിച്ചൊന്ന് അടിച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റായ ബീറ്റ്റൂട്ട് ഒരു ചെറിയ കഷ്ണം ചെറുതാക്കി അരിഞ്ഞ് വേവിച്ചോ വേവിക്കാതെയോ ഇതിൻ്റെ കൂടെ ഇട്ട് എല്ലാം കൂടെ അടിച്ചെടുത്തുകൊണ്ട് വരാം. ബീറ്റ്റൂട്ടിൽ ധാരാളം ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. എല്ലാം കൂടെ നന്നായിട്ട് നല്ല നൈസായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു അരിപ്പയിലൂടെ അരിച്ചെടുക്കാം. നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ജഗ്ഗിലേക്ക് എടുത്തിട്ട് ആവശ്യത്തിന് മോരും അതുപോലെ തന്നെ ഉപ്പും വെള്ളവും എല്ലാം ഒഴിച്ച് മിക്സ് ചെയ്ത് എടുക്കാം. എല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും പുളിയും ഒക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് ലോങ് ഗ്ലാസ്സിലേക്ക് ഐസ് ഇടുക. ഐസ് ഇട്ടതിന് മുകളിലേക്ക് ജ്യൂസ് ഒഴിച്ച് 2 തണ്ട് കറിവേപ്പിലയും വെച്ച് സെർവ് ചെയ്യുക. വെള്ളത്തിന് പകരം സോഡ ഒഴിച്ച് സെർവ് ചെയ്യുകയാണെങ്കിൽ ദാഹവും ക്ഷീണവും എല്ലാം മാറി നമ്മുടെ ദേഹത്തിന് നല്ല കുളിർമ ലഭിക്കും. 1 സ്പൂൺ ചിയ സീഡ്സ് കുതിർത്തതും കൂടെ ചേർത്ത് സെർവ് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. ബീട്രൂട്ടിൽ വൈറ്റമിനുകളും ധാതുക്കളും ആൻറ്റി ഓക്സിഡൻസും നാരുകളും ധാരാളം അടങ്ങിയിട്ടുണ്ട്. നൈട്രേറ്റ് സമ്പന്നമായ ബീട്രൂട്ട് കരളിൻ്റെ ആരോഗ്യത്തിന് ഉത്തമമാണ്. ആൻറ്റി ഓക്സിഡൻസ് ധാരാളം അടങ്ങിയ ഇഞ്ചി കരളിലെ വിഷാംശം നീക്കം ചെയ്യാൻ സഹായിക്കും. മനസ്സിനും ശരീരത്തിനും കുളിർമയാകാൻ ഇത് 1 ഗ്ലാസ് മതി. ഇനിയും നമുക്ക് അടുത്ത സംഭാരത്തിലേക്ക് കടക്കാം. അതിനായിട്ട് ഞാൻ ഒരു പച്ചമാങ്ങ ചെറിയ കഷ്ണമാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ 2-3 ചെറിയ ഉള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2-3 കാന്താരി അവരവരുടെ എരിവിനനുസരിച്ചെടുക്കാം. പിന്നെ ഇഷ്ടമുള്ളവർക്ക് സ്വല്പം ജീരകം, പിന്നെ കുറച്ച് കറിവേപ്പില, ഒരു 2 നാരകത്തിൻ്റെ ഇല. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് പുളിയാറിലയാണ്. അത് വയറ്റിൽ അസുഖമൊക്കെ ഉള്ളവർക്ക് ഇത് പുളിയാറില ഉള്ളവർ ഇട്ടിട്ട് അടിച്ചെടുത്താൽ നന്നായിരിക്കും. വയറ്റിലെ അസുഖത്തിനൊക്കെ പുളിയാറില ഇട്ട് മോരിൽ അരിച്ച് കലക്കി കുടിക്കുന്നത് വളരെ നല്ലതാണ്. ഇവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അതേ കൂടെ കുറച്ച് എടുത്തു എന്ന് മാത്രം. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ശേഷം ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് മോരും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി അടിച്ചെടുത്തുകൊണ്ട് വരാം. ശരീരത്തിനും മനസ്സിനും നല്ല കുളിർമ കിട്ടാനായിട്ട് ഇതിൻ്റെ കൂടെ ഒരു കഷ്ണം സാലഡ് കുക്കുമ്പറോ സുക്കിനിയോ കൂടി ചേർത്ത് അടിച്ചെടുത്താൽ നന്നായിരിക്കും. അടിച്ചെടുത്തുകൊണ്ട് വന്ന മോര് നമുക്കൊരരിപ്പയിലൂടെ അരിച്ചെടുക്കാം. മിക്സിയിൽ സ്വല്പം വെള്ളം ഒഴിച്ച് നമുക്ക് അതും കൂടെ അരിപ്പയിലൂടെ അരിച്ചെടുക്കാം. അരിപ്പയിലൂടെ അരിച്ചെടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും മോരും വെള്ളവും ഒക്കെ ഒഴിച്ച് നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. കുറച്ച് ഐസ് ക്യൂബ്സും 1 സ്പൂൺ ചിയ സീഡ്സും കൂടെ ചേർത്ത് സെർവ് ചെയ്താൽ ഏതൊരു ജ്യൂസിനെയും കിടപിടിക്കുന്ന ഒന്നാണിത്. നിങ്ങളുടെ കയ്യിൽ പുളിയാറിലെയും നാരകത്തിൻ്റെ ഇലയൊന്നും ഇല്ലെന്ന് വിചാരിച്ച് നിങ്ങൾ ഈ സംഭാരം ഉണ്ടാക്കാതിരിക്കരുത്. മാങ്ങായും മോരും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും കൂടെ അടിച്ചെടുത്താൽ ഇത് 1-തരം സംഭാരമാണ്.
ഈ പൊള്ളുന്ന വെയിലിലും ചൂടിലും ദാഹവും ക്ഷീണവും അകറ്റാൻ ഈ സംഭാരത്തോട് കിടപിടിക്കാൻ ഒരു വെറൈറ്റി ജ്യൂസിനും സാധിക്കുകയില്ല. അതുകൊണ്ട് എല്ലാവരും ഈ 2 വെറൈറ്റി സംഭാരവും ഉണ്ടാക്കി നോക്കുക. ഇതിലേത് സംഭാരമാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇനി ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായി വീണ്ടും വരാം. അതുവരേക്കും ബായ്.